ഇന്നത്തെ അനുഭവം കണ്ടിട്ട് അവൾക്ക് എന്തോ ശക്തിയുണ്ടെന്ന് തന്നെയാ എൻ്റെ വിശ്വാസം. ഇല്ലെങ്കിൽ അവൾ ഭക്ഷണവുമായി കൃത്യസമയത്ത് അവിടെ കയറി വരുമോ? നമ്മളെല്ലാവരും ഉദ്ദേശിക്കുന്നതിനപ്പുറത്ത് ഒരു പ്ലാൻ അവൾ പറയുമോ? പൊട്ടക്കണ്ണം മാവേലെറിഞ്ഞ് മാങ്ങ വീഴിക്കുന്ന പോലെ സംഭവിച്ചതല്ലേ? അവളെന്തോ വിടുവായുത്തം പറഞ്ഞു, അതേറ്റു, അത്രേ ഉള്ളൂ. എന്തോ എനിക്കങ്ങനെ തോന്നുന്നില്ല. അവൾക്കെന്തോ പ്രത്യേക ശക്തിയുണ്ടെന്ന് തന്നെയാ ഞാൻ കരുതുന്നത്. നിന്റെ വിശ്വാസം നിന്നെ രക്ഷിക്കട്ടെ, അല്ലാതെ ഇപ്പൊ ഞാനെന്ത് പറയാനാ? അല്ല, നീ എന്താ എന്റെ ഫ്രണ്ടാണോ അതോ അവളുടെ ഫ്രണ്ടാണോ? എന്നെ സപ്പോർട്ട് ചെയ്യുന്നതിന് പകരം നീ അവളെ സപ്പോർട്ട് ചെയ്യാ? ഈ പ്രത്യേക ശക്തിയുള്ളവരോട് കളിക്കുമ്പോൾ സൂക്ഷിച്ച് കളിക്കണം. ഇല്ലെങ്കിൽ ചിലപ്പോൾ പണി വാങ്ങി കൂട്ടേണ്ടി വരും ജാസ്മിൻ. ഞാനേ ഇനി നിന്നോട് സംസാരിച്ചു നിന്നാ എനിക്ക് ഭ്രാന്ത് പിടിക്കും. ഞാൻ പോവാ. എന്തിനാ ശ്രീദേവി എന്നെ ഓഫീസിലേക്ക് വിളിപ്പിച്ചത്? അത് കൊള്ളാം. ഇത് മുത്തശ്ശിയുടെ കൂടെ സ്ഥാപനമല്ലേ? അപ്പോ ഇടയ്ക്ക് ഇങ്ങോട്ടേക്ക് ഒന്ന് ഇറങ്ങി ഇവിടുത്തെ പ്രവർത്തനം എങ്ങനെയുണ്ടെന്നൊക്കെ നോക്കണ്ടേ? അതൊക്കെ ഒന്ന് വിലയിരുത്തണ്ടേ? പിന്നെ ഞാൻ ഈ വയസ്സാങ്കാലത്തല്ലേ ഇതൊക്കെ നോക്കുന്നത്. ആ. ആയ കാലത്ത് ഞാൻ ഇതിനകത്ത് അധികം കയറിയിട്ടില്ല. ആ. ഗായത്രി ഉണ്ടായിരുന്നപ്പോൾ ഇടയ്ക്കൊക്കെ അവൾ എന്നെ നിർബന്ധിച്ച് ഇവിടേക്ക് കൂട്ടിക്കൊണ്ടുവരും. അത്ര തന്നെ. അല്ല, ഇപ്പൊ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കാൻ ചുമതലയുള്ള ആളെ മുന്നിൽ തന്നെ നിൽക്കുകയല്ലേ പാർവതി? അതെ. അല്ല ശ്രീദേവി മോളെ, പാർവതി എങ്ങനെയുണ്ട്? എന്താണ് ഇവളെക്കുറിച്ച് നിന്റെ അഭിപ്രായം? എന്റെ പൊന്നു മുത്തശ്ശി, ഞാനൊന്നും പാർവതിയുടെ മുന്നിൽ ഒന്നുമല്ല. അയ്യോ, ശരിക്കും? സത്യം. പാർവതി ബുദ്ധിരാക്ഷസിയാ, ബുദ്ധിരാക്ഷസി. ആണോ? നമ്മുടെ കമ്പനിയെ നഷ്ടത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ പാർവതി ഒരു പ്ലാൻ പറഞ്ഞു. ഗംഭീരം. നമ്മളിതേ ആ പ്ലാൻ പ്രാവർത്തികമാക്കാൻ പോവാ. ഒന്നും എൻ്റെ കഴിവല്ല അച്ഛമ്മ, എല്ലാം ഉദയവീരമ്മയുടെ അനുഗ്രഹം. ഏതായാലും ഇത് കേട്ടതിൽ എനിക്ക് ഒരുപാട് സന്തോഷമായി മോളെ. മുത്തശ്ശി, ഒരു കാര്യം ഞാൻ ഉറപ്പ് പറയാം. ഇളയമ്മയെ പോലെ തന്നെ പാർവതിയുടെ കൈകളിൽ ഈ കമ്പനി സുരക്ഷിതമായിരിക്കും. പിന്നെ ഇവൾക്ക് ഒരേ ഒരു കുറവേ ഉള്ളൂ, വിദ്യാഭ്യാസം. അത് വലിയ കുറവ് തന്നെയല്ലേ ശ്രീദേവി? അതോർത്ത് നീ വിഷമിക്കേണ്ട പാർവതി. ഇനി നിന്റെ ലക്ഷ്യം വിദ്യാഭ്യാസം നേടുന്നതിലായിരിക്കണം. മുത്തശ്ശി, പാർവതിയെ നമുക്ക് നന്നായിട്ട് പഠിപ്പിച്ചെടുക്കണം. തീർച്ചയായിട്ടും അത് വേണം മോളെ. പാർവതി, ഇനി മുതൽ അങ്ങോട്ട് നീ പഴയ പാർവതിയല്ല, പുതിയ പാർവതി. എല്ലാ തരത്തിലും നിന്നെ മാറ്റിയെടുക്കാനായി എത്ര അകലത്തായാലും ഞാനുണ്ടാവും. എന്താവശ്യത്തിനും എപ്പോഴും നിനക്കെന്നെ വിളിക്കും. ഓക്കെ? പാർവതിയെ നാണം കെടുത്താൻ നോക്കിയിട്ട് സത്യത്തിൽ ഇപ്പൊ നാണം കെട്ടത് ഞാനാ. പക്ഷെ അതൊന്നും ആരും അറിഞ്ഞില്ലെന്നേ ഉള്ളൂ. അവളൊരു അപാര ജന്മം തന്നെയാ. നമ്മൾ എത്രത്തോളം അവളെ പരാജയപ്പെടുത്താൻ നോക്കുന്നോ അത്രത്തോളം അവൾ കത്തിക്കേറുകയല്ലേ. അവൾക്ക് എവിടുന്നാ ഈ ബുദ്ധിയൊക്കെ കിട്ടുന്നതെന്നാ ഞാൻ ആലോചിക്കുന്നത്.
ബിസിനസ് മാനേജ്മെന്റ് അറിയാവുന്ന ഒരാളെ പോലെയാ ഇന്നവള് ബിസിനസ് ഡെവലപ്മെന്റിനെ കുറിച്ചൊക്കെ സംസാരിച്ചത്. സത്യം പറയാലോ, അവളുടെ ആ അവതരണം കേട്ട് ഞാൻ ഉൾപ്പെടെ എല്ലാവരും അത്ഭുതപ്പെട്ടു പോയി. ശ്രീദേവിക്ക് അവളോട് വല്ലാത്ത മതിപ്പായി പോയി. അവള് വാ തോരാതെയാ പാർവതിയെ അഭിനന്ദിച്ചത്. അപ്പൊ ഇനി ശ്രീദേവിയുടെ സപ്പോർട്ടും പാർവതിക്ക് ഉണ്ടാവുമല്ലോ. അത് പറയാനുണ്ടോ? ഇപ്പൊ തന്നെ ശ്രീദേവി അവളെ തലയിലെടുത്ത് വെച്ചു കഴിഞ്ഞു. പാർവതിയുടെ വിജയങ്ങൾ നമുക്ക് നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്താനുള്ള തടസ്സങ്ങളായിട്ട് മാറുമല്ലേ ചേച്ചി? ഇല്ല പ്രതാപ, അവളെ അധികം വളരാൻ നമ്മൾ അനുവദിക്കാൻ പാടില്ല. ഏത് വിധേനയും അവളെ നമുക്ക് നശിപ്പിക്കണം. ഗായത്രി ദേവിയെ പോലെ ആയുസ് ഒടുങ്ങാതെ മരിക്കാനാവും ഇവളുടെ യോഗം. ആരാ ചേച്ചി? ശേഖരമേനോനാ. ചേച്ചി കോൾ അറ്റൻഡ് ചെയ്യ്. എന്നിട്ട് തന്ത്രപൂർവ്വം സംസാരിച്ച് അയാളിപ്പോ എവിടെ ഉണ്ടെന്ന് അറിയാൻ ശ്രമിക്കുക. കോൾ റെക്കോർഡ് ഓണല്ലേ? അത് നന്നായി. ഇന്ന് അയാൾ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയ അത് വെച്ച് നമുക്ക് പോലീസ് കംപ്ലൈന്റ് ചെയ്യാം. പോലീസ് കംപ്ലൈന്റ് കൊടുത്താ അത് പ്രശ്നമാവും പ്രതാപ. എന്നാ ചേച്ചി കോൾ അറ്റൻഡ് ചെയ്യ്. ഹലോ ശേഖരേട്ടാ. ഞാൻ വീണ്ടും വിളിക്കാതിരുന്നപ്പോ നീ സമാധാനിച്ചിട്ടുണ്ടാവുമല്ലേ? വെറുതെ ഭീഷണി മുഴക്കിയിട്ട് ഞാൻ പോയി എന്ന് നീ കരുതി കാണും. ശേഖരേട്ടാ, ശേഖരേട്ടനോട് ഞാൻ വീണ്ടും വീണ്ടും പറയുക, ഞാൻ നിരപരാധിയാണ് ശേഖരേട്ടാ. ദേ, ശേഖരേട്ടൻ എന്നെ വല്ലാതെ തെറ്റിദ്ധരിച്ചിരിക്കുക. എനിക്ക് ശേഖരനെ ഒന്ന് നേരിൽ കാണണം. എന്നിട്ട് തെറ്റിദ്ധാരണകളൊക്കെ മാറ്റണം. ഓ, ശേഖരൻ എവിടെയാ ഉള്ളത്? നീ എന്നെ അങ്ങനെ തേടിപ്പിടിച്ച് കാണാനൊന്നും ബന്ധപ്പെടേണ്ട പ്രഭാവതി. ഞാൻ നിന്നെ കാണാൻ അങ്ങോട്ട് വരുന്നുണ്ട്. ഏതു നിമിഷവും നിനക്കെന്നെ നിന്റെ തൊട്ടു മുന്നിൽ പ്രതീക്ഷിക്കാം. ഞാൻ വരുന്നത് നിന്റെ നിരപരാധിത്വം അറിയാനൊന്നുമല്ല. നീ ആരാണെന്ന് എനിക്കിപ്പോൾ വ്യക്തമായിട്ടറിയാം. അതുകൊണ്ട് നിന്റെ അഭിനയമൊന്നും ഇനി എന്നോട് ചെലവാകില്ല. ഞാൻ വരുന്നത് ഒരു തെറ്റും ചെയ്യാതെ 14 വർഷം ജയിലിൽ കഴിഞ്ഞതിന്റെ പക വീട്ടാനാണ്. നീ ഓർത്തിരുന്നോ? ചിലപ്പോ നീ ഇത് റെക്കോർഡ് ചെയ്ത് പോലീസിൽ ഏൽപ്പിക്കുമായിരിക്കും. അതിലൊന്നും ശേഖരന് ഭയമില്ല. ആകെ നനഞ്ഞവനാ ഞാൻ. ഇനി കുളിച്ചു കയറിയിട്ടേ അടങ്ങൂ. തീർത്തു കളയും നിന്നെ ഞാൻ. കട്ടായോ? എന്തായി? എന്താ പറഞ്ഞു? അയാൾക്ക് എന്നെ കൊല്ലണമെന്ന്. പ്രതാപ, ഇനിയും നമ്മൾ വൈകാൻ പാടില്ല. ഏത് മാർഗം ഉപയോഗിച്ചിട്ടായാലും, എത്ര പണം ചെലവഴിച്ചിട്ടായാലും എത്രയും പെട്ടെന്ന് ശേഖരമേനോനെ കണ്ടുപിടിച്ചിരിക്കണം. കണ്ടുപിടിച്ചേ തീരൂ. ഇനി അധിക നാൾ അയാളെ ജീവിക്കാൻ അനുവദിച്ചുകൂടാ. അത് നമുക്ക് ആപത്താണ്. എത്രയും പെട്ടെന്ന് അയാളെ കൊല്ലണം. വിശാൽ സർ,
വാ പാർവതി. ഇവിടെ ഇരിക്കെ, ഞാൻ ചോദിക്കട്ടെ. എന്താ സർ? പറയാം, നീ ഇങ്ങോട്ട് ഇരിക്കെ. എന്താ എന്താ എന്നിങ്ങനെ നോക്കുന്നേ? നീ ഇന്നേ എന്താ ഓഫീസിൽ കാണിച്ചത്? എന്താ സർ ഞാൻ കാണിച്ചത്? അവിവേകമായി പോയോ? നിങ്ങളുടെ ചർച്ച കേട്ടപ്പോൾ അവരുടെ ചോദ്യങ്ങൾക്ക് പെട്ടെന്നൊരു ഉത്തരം കിട്ടാതെ സാർ പകച്ചു നിന്നപ്പോൾ എനിക്ക് വല്ലാണ്ട് പ്രയാസം തോന്നി. അന്നേരം ഉദയന്നൂരമ്മ എൻ്റെ മനസ്സിൽ നഷ്ടം നികത്താനുള്ള ഒരു മാർഗം തോന്നിപ്പിച്ചത്. പിന്നെ മുന്നിൽ ആരൊക്കെയാണ് ഇരിക്കുന്നതെന്നോ അവിടെ വച്ച് എനിക്ക് സംസാരിക്കാമോ എന്നൊന്നും ഞാൻ ചിന്തിച്ചില്ല. മനസ്സിൽ തോന്നിയത് മുഴുവൻ ഭക്ഷണത്തിനോടൊപ്പം ഞാൻ അവിടെ തന്നെ വിളമ്പി. എന്തിനു പറയുന്നു, ഞാൻ പറഞ്ഞതെല്ലാം നന്നായിന്ന് ശ്രീദേവി പറഞ്ഞപ്പോഴാ എനിക്ക് സ്ഥലകാല ബോധം ഉണ്ടായത്. ഞാൻ കാണിച്ചത് ധിക്കാരായി പോയോ സാർ? എന്ത് ധിക്കാരം? പാർവതി വളരെ കൃത്യമായ ഒരു അഭിപ്രായം പറഞ്ഞത്. അതുകൊണ്ടാ അവിടെ കൂടിയിരുന്നവരെല്ലാവരും ഒരേ സ്വരത്തിൽ പാർവതി പറഞ്ഞ സൊല്യൂഷനെ അംഗീകരിച്ചത്. കമ്പനിയുടെ ഭാവി നിന്റെ കയ്യിൽ ഭദ്രമാണെന്നാ ശ്രീദേവി എന്നോട് പറഞ്ഞത്. എന്നോടും ശ്രീദേവി ഒത്തിരി സംസാരിച്ചു. എനിക്ക് ഒരുപാട് ഉപദേശങ്ങളൊക്കെ നൽകി. നിനക്ക് എന്ത് സംശയമുണ്ടെങ്കിലും ശ്രീദേവിയോട് ഒരു മടിയും കൂടാതെ ചോദിക്കണം. അതൊക്കെ ഞാൻ ചോദിച്ചോളാം. അല്ല, അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഞാൻ പറഞ്ഞത് സാറിന് ഇഷ്ടപ്പെട്ടോ? പിന്നെ എന്റെ ഭാര്യ പറഞ്ഞത് എനിക്ക് ഇഷ്ടപ്പെടാതിരിക്കോ? വെറുതെ മുഖസ്തുതി പറയുന്നല്ലേ? മുഖസ്തുതിയോ? മുഖസ്തുതിയൊന്നുമല്ല, പറഞ്ഞത് സത്യമായ കാര്യമാണ്. എനിക്ക് പഠിപ്പില്ലെങ്കിലും ഇന്ന് ഓഫീസിൽ വെച്ച് പറഞ്ഞതുപോലെയുള്ള കുറെ ആശയങ്ങളുണ്ട് എൻ്റെ മനസ്സിൽ. അതൊക്കെ ബിസിനസ്സിന് പ്രയോജനപ്പെടുമെന്നാ എൻ്റെ വിശ്വാസം. പക്ഷേ അതൊക്കെ കൊണ്ട് എന്താ കാര്യം? വിദ്യാഭ്യാസം ഇല്ലെങ്കിൽ ഈ ആശയങ്ങളെല്ലാം കൂടത്തിനകത്ത് വിളക്ക് പോലെ ആവും. വിദ്യാഭ്യാസം ഇല്ലാന്ന് പറഞ്ഞ് ഇനി പാർവതി വിഷമിക്കണ്ട. വിദ്യാഭ്യാസം എപ്പോ ഏത് പ്രായത്തിൽ വേണമെങ്കിലും ആർജിക്കാവുന്നതേ ഉള്ളൂ. പാർവതിയെ ഞാൻ പഠിപ്പിക്കാം. വാ, വന്നിരുന്നേ. ഇരിക്കേ. എഴുത. പൂക്കൾ, പനിനീർ പൂക്കൾ, നീയും കാണും. വെരി ഗുഡ്. ഈണം, കിളിതൻ ഈണം, നീയും കേൾക്കുന്നുണ്ടോ? വന്നു നാം രണ്ടാളും ഇരുവഴിയേ ഇവിടെ വരെ. പോരേണം നീ കൂടെ, ഇനിയൊഴുകാം ഒരു വഴിയേ. ഇത് ഗുഡ്. പൂക്കൾ, പനിനീർ പൂക്കൾ, നീയും കാണുന്നുണ്ടോ?
സാറിപ്പോ തനിച്ചാണല്ലോ. അയ്യോ സാറേ, എന്റെ കണ്ണില് പൊടി പോയി. അയ്യോ സാറേ, എന്റെ കണ്ണിൽ എന്തോ പോയി. എനിക്ക് വേദന എടുക്കുന്നു. അയ്യോ സാറേ, ഒന്ന് വന്ന് സഹായിക്ക് സാറേ. എന്താ പല്ലവി, എന്താ പറ്റിയത്? എന്റെ കണ്ണിലെന്തോ, എന്റെ കണ്ണിൽ പൊടി വീണു. എന്റെ കണ്ണ് നീറുന്നു സാറേ. എന്റെ കണ്ണൊന്ന് നോക്കി. പൊടിയുണ്ടോന്ന് നോക്കി സാറേ. എവിടെ? ഈ കണ്ണില്. ഞാൻ നോക്കിട്ട് പൊടിയൊന്നും കാണുന്നില്ലല്ലോ. ചിലപ്പോ ചെറിയ പൊടിയായിട്ടായിരിക്കും. സാറ് കണ്ണിലേക്ക് ഒന്ന് ഊതിയാ മതി. അഥവാ എന്തെങ്കിലും പൊടിയുണ്ടെങ്കിലേ അത് പോയിക്കോളൂ. ഒന്ന് ഊതിക്കേ സാറേ. കണ്ണിലെ പൊടി പോയില്ലേ? ഇല്ല, കണ്ണിൽ ഇപ്പോഴും എന്തോ കരട് കിടക്കുന്ന പോലെ. വിപിൻ സാർ ഒന്നുകൂടി ഒന്ന് ഊതിക്കേ. പോയില്ലേ? ഇല്ല. അതെ, ഇനിയും കരട് പോയില്ലെങ്കിലേ പോകണ്ട. താനൊരു കാര്യം ചെയ്യേ, തന്റെ ചേച്ചിയെ വിളിച്ച് കാണിക്കും. എനിക്ക് വേറെ ജോലിയുണ്ട്. കണ്ടല്ലോ ചേച്ചി, എല്ലാം കണ്ടല്ലോ. ഇതിന് ഇനിയും വളം വെച്ച് കൊടുത്താലേ ചിലപ്പോൾ അവനും അവൾക്കിടയിൽ അരുതാത്ത എന്തെങ്കിലും നടന്നു വരും. ചേച്ചി, ഞാൻ ഇത്രയൊക്കെ പറഞ്ഞിട്ട് ചേച്ചി എന്താ ഒന്നും മിണ്ടാ നിൽക്കുന്നേ? ഇങ്ങനെ നോക്കി നിൽക്കാതെ അവളെ പോയി നിലക്കി നിർത്താൻ നോക്കി ചേച്ചി. അങ്ങോട്ട് ചെല്ലി ചേച്ചി. പ്രതാപ, തല്ലോടണ്ടപ്പ തലോടാനും തല്ലേണ്ടപ്പ തല്ലാനും പ്രഭാവതിക്ക് നന്നായിട്ടറിയാം. പല്ലവിയെ കെട്ടുപൊട്ടിയ പട്ടം പോലെ പറക്കാൻ ഞാൻ ഒരിക്കലും അനുവദിക്കില്ല പ്രതാപ. അവളുടെ ചരടെപ്പൊഴി എന്റെ കയ്യിൽ തന്നെ ഉണ്ടാവും. അല്ല ചേച്ചി, പാർവതി ഈ പോക്ക് തുടരുകയാണെങ്കിൽ ഞാനിനി അധികകാലം ഈ വീട്ടിൽ നിൽക്കാതിരിക്കുന്നതാവും ഭംഗി. തിരികെ എന്റെ വീട്ടിലേക്ക് മടങ്ങി പോവേണ്ടി വരുമെന്ന് എനിക്ക് തോന്നുന്നത്. നിനക്ക് എന്തു പറ്റി ജാസ്മിൻ? വിശാല് നിന്നെ വിവാഹം കഴിക്കണമെന്നുള്ള നിന്റെ വാശി നീ ഉപേക്ഷിക്കുകയാണോ? നിന്റെ പ്രതീക്ഷകളൊക്കെ കൈവിട്ടു പോയോ? നീ എന്തിനിങ്ങനെ നിരാശപ്പെടുന്നേ? ഇവിടെ നടക്കുന്നതൊന്നും സുശീലായിട്ട് കാണുന്നില്ലേ? പാർവതിയെ കുറിച്ചല്ലേ നീ പറയുന്നേ? അല്ലാതെ പിന്നെ ഞാൻ ആരെക്കുറിച്ച് പറയാനാ? അവള് നിന്നോട് എന്തെങ്കിലും ഉടക്കിന് വന്നോ? അതൊന്നും ഉണ്ടായില്ല. പിന്നെ നീ എന്തിനാ ഇങ്ങനെ ഇറിറ്റേറ്റഡ് ആയിരിക്കുന്നേ? ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാൾ മുകളിലേക്ക് പാർവതി വളരുകയാണ്. അതിനു വേണ്ട എല്ലാ ഒത്താശകളും വിശാൽ അവൾക്ക് ചെയ്തു കൊടുക്കുന്നുണ്ട്. ഇപ്പൊ തന്നെ അവൻ അവൾക്ക് ഓഫീസിലെ കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു തുടങ്ങി. പതിയെ പതിയെ അവൾ എല്ലാം പഠിച്ചെടുക്കുകയും ചെയ്യും. ഈ വീടിന്റെയും ഗായത്രി ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെയും എല്ലാം അധികാരി അവളായി മാറും. നമ്മൾ ഇനി കാണുന്ന പാർവതി ഭാവിയിൽ അൾട്രാ മോഡേൺ പാർവതിയായിട്ട് മാറും. അതൊക്കെ ആലോചിക്കുമ്പോ ഞാൻ എല്ലാം കൊണ്ടും പരാജിതയായെന്ന എനിക്ക് തോന്നുന്നത്.
ജാസ്മിൻ, നിന്റെ മനോധൈര്യം നീ ഒരിക്കലും നഷ്ടപ്പെടുത്തരുത്. സ്വയം പരാജയപ്പെട്ടു എന്ന് നിനക്ക് തന്നെ തോന്നിക്കഴിഞ്ഞാ പിന്നെ ഒരിക്കലും നിനക്ക് നിന്റെ ലക്ഷ്യം നേടാൻ കഴിയില്ല. ബി കോൺഫിഡന്റ്. അങ്ങനെ തോറ്റ് പിന്മാറാനൊന്നും ഞാൻ ഒരുക്കുമല്ല. പക്ഷേ ഒരു തരത്തിലും പാർവതി എനിക്ക് നശിപ്പിക്കാൻ പറ്റുന്നില്ലല്ലോ. അവളെയും വിശാലിനെയും തമ്മിൽ വേർപിരിക്കാൻ പറ്റുന്നില്ലല്ലോ. അവളെ ഏത് തരത്തിൽ തോൽപ്പിക്കാൻ ശ്രമിച്ചാലും അവസാനം അത് പരാജയത്തിൽ അവസാനിക്കുന്നത്. പിന്നെ ഞാൻ എന്ത് ചെയ്യാനാ? ജാസ്മിൻ, തൽക്കാലം പാർവതിയെ കൊന്ന് വിശാലിനെ നേടാമെന്നുള്ള നിന്റെ ചിന്ത നീ ഉപേക്ഷിക്കണം. പിന്നെ ഞാനെന്ത് വേണമെന്ന് ആന്റി പറയുന്നേ? എടീ, എത്ര വലിയ യുദ്ധം ജയിക്കണമെങ്കിലും ആൾബലത്തെക്കാളും ആയുധബലത്തെക്കാളും വേണ്ടത് തന്ത്രങ്ങളാണ്. ഇവിടെയും ഇനി മുതൽ അങ്ങോട്ട് തന്ത്രപരമായിട്ട് വേണം പെരുമാറാൻ. ആന്റി കാര്യം തെളിച്ചു പറ. ഇന്നു മുതൽ പാർവതിയും വിശാലിനെയും അകറ്റുന്ന കാര്യത്തെക്കുറിച്ച് നീ ആലോചിക്കണ്ട. പകരം വിശാല് നിന്നെ ഇഷ്ടപ്പെടുന്ന രീതിയിൽ നീ അവനോട് പെരുമാറണം. പണ്ട് പെരുമാറി പരാജയപ്പെട്ടതുപോലല്ല. ഓർമ്മയില്ലേ സാമ്പാറും രസവും? എടീ, നീ കാണുന്നില്ലേ പാർവതി എത്ര നല്ല രീതിയിലാണ് വിശാലിനെ കെയർ ചെയ്യുന്നതെന്ന്?